വിശുദ്ധ ഖുർആൻ ആദ്യമായി പേരെടുത്തു പറഞ്ഞ വസ്തു ഏതാണ്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പേനയാണ്. അല്ല, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖുർആൻ ആദ്യമായി പേരെടുത്തു പറഞ്ഞ വസ്തു അലക്കാണ്. നിന്നെ അലക്കിൽ നിന്ന്, ഭ്രൂണത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. വിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ടാണ് ആദ്യമായി പറഞ്ഞത്? സ്വർഗമോ നരകമോ ഒന്നുമല്ല, അലക്കിനെ കുറിച്ചാണ്. അലക്ക് എന്ന് പറയുന്ന പദത്തിന് ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയാണ്. മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ദ സംതിങ് വിച്ച് ഈസ് ക്ലിങ്ങിങ്, ഗർഭാശയ ഭിത്തിയിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഏതോ ഒരു വസ്തു. എന്തിനാണ് നാം ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ പ്രഥമഘട്ടത്തിൽ ഗർഭാശയത്തിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത്? നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് സാധനം അതിൻ്റെ ഉള്ളിലേക്ക് പോയാലും അത് വെളിയിലേക്ക് തള്ളിക്കളയും. വെള്ളം കുടിച്ചാൽ അത് മൂത്രമായി വെളിയിൽ പോകും. ഭക്ഷണം കഴിച്ചാൽ അത് കാഷ്ടമായി വെളിയിലേക്ക് കളയും. തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒന്നും ഇരിക്കാൻ, വെളിയിൽ നിന്ന് വന്ന ഒന്നിനെയും അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വസ്ഥമായിരിക്കാൻ ശരീരം സമ്മതിക്കില്ല. അതിൻ്റെ പ്രകൃതം എത്രയും പെട്ടെന്ന് തള്ളി വെളിയിൽ കളയുക എന്നതാണ്. നീ ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ വെളിയിൽ നിന്ന് വന്ന് സ്ഥാനം പിടിക്കുമ്പോൾ, നിന്നെ പുറത്തേക്ക് തള്ളിക്കളയാൻ ശരീരം ശ്രമിക്കുമ്പോൾ ഒരിക്കലും അതിന് വിട്ടുകൊടുക്കാതെ ഗർഭാശയ ഭിത്തിയിൽ നീ അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കണം, കുളയട്ടയെ പോലെ. ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ജീവിക്കാനാണ് ആദ്യം. ഏത് പ്രതിസന്ധി വന്നാലും നിന്റെ ജീവിതത്തിൽ ധാരാളം പേര് നിന്നെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കും, നിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. പലപ്പോഴും പലതിൽ നിന്ന് നിന്നെ അവർ വെളിയിലാക്കും, പിടിച്ചു പുറത്താക്കും. അപ്പോഴൊക്കെ വിട്ടുകൊടുക്കാതെ പരമാവധി നീ പിടിച്ചു നിൽക്കണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിച്ചത് ജീവിതത്തെയാണ്. ലിയുൻദിറ മൻ കാന ഹയ്യ, ഇത് ജീവിച്ചിരിക്കുന്നവരോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. ആദ്യമായി ഖുർആൻ പറഞ്ഞത് ബിസിനസ്സിൽ തകർച്ചയുണ്ടാവാം, നിൻ്റെ കൂടെയുള്ളവർ നിന്നെ തള്ളാൻ ശ്രമിക്കാം, നിന്നെ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് തള്ളി പുറത്താക്കാൻ ശ്രമിക്കാം, നിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിക്കാം. ആ സമയത്തൊക്കെ നീ ഗതിക്കെതിരെ നീന്തുന്നത് പോലെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കണം, വിട്ടുകൊടുക്കരുത് എന്ന് പറയാനാണ് ഖുർആൻ അലക്കിനെ ആദ്യം പറഞ്ഞത്. ഈ മനോഹരമായ ഖുർആനിനെ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമേൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ.